തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ സുഹൃത്ത് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. കഷായത്തിൽ കളനാശിനി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രണ്ടാം പ്രതിയായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. മൂന്നാം പ്രതി നിർമ്മൽ കുമാർ തെളിവ് നശിപ്പിക്കുന്നതിൽ പങ്കാളിയായെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ സുഹൃത്തായ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി നൽകിയത്. 11 ദിവസങ്ങൾക്ക് ശേഷം ഷാരോൺ മരിച്ചു. ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് കൊലപാതകം നടത്തിയത്. 95 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കൊലപാതകം മരണകാരണമാകുന്ന വിധം വിഷം അകത്തേക്ക് നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധിച്ചു. എന്നാൽ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ ചുമത്തിയ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെന്ന് പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വാദം നാളെയാണ്. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർ തെളിവ് നശിപ്പിച്ചെന്നും കണ്ടെത്തി. അമ്മ സിന്ധുവിനെയും ശിക്ഷിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. ഇവരെ ശിക്ഷിക്കുന്നു, അവളെ അമ്മയെ ശിക്ഷിക്കുന്നുകൂടെ വിചാരിച്ചിരുന്നു. അത് ഇവിടെ പാവപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ച് കേസ് പോകും. അമ്മേനെയും കൂടെ ശിക്ഷിക്കണമായിരുന്നു. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു. 3 പേരും ചേർന്നാണ് എന്റെ പൊന്നുമോനെ, നിഷ്കളങ്കന സത്യസന്ധനമായ എന്റെ പൊന്നുമോനെ കൊന്നു കളഞ്ഞത്. പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. ഗ്രീഷ്മയെയും നിർമ്മൽ കുമാറിനെയും ജയിലിലേക്ക് മാറ്റി. മീഡിയ 1 തിരുവനന്തപുരം.